ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കിടക്കാം. ഇന്നത്തെ തീയതി 6/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നമ്മളൊരു ബാങ്കിലോ മറ്റോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ സാധാരണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഒരു ലാഭം പ്രതീക്ഷിക്കും, അല്ലേ? ഇട്ട പൈസയേക്കാൾ കൂടുതൽ തിരിച്ചു കിട്ടണം എന്ന് തന്നെയാവും എല്ലാവരും ആഗ്രഹിക്കുക. അതെ, കൃത്യമായിട്ട്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ അഴുക്കുകളും കുറവുകളും ആ ഭയവുമൊക്കെ നിക്ഷേപിച്ച് പകരം 21 ജന്മങ്ങളിലേക്കുള്ള അളവറ്റ സമ്പത്തും സമാധാനവും തിരികെ നേടാൻ കഴിഞ്ഞാലോ? കേൾക്കുമ്പോൾ തന്നെ അതൊരു വിശ്വസിക്കാൻ കഴിയാത്തത്ര മികച്ച ഡീലാണെന്ന് തോന്നും. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ചയുടെ പ്രധാന ലക്ഷ്യം ബാബ നൽകിയിരിക്കുന്ന പവിത്രതയുടെയും കർമ്മത്തിന്റെയും അത്തരം ചില അപൂർവ രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. എങ്ങനെയാണ് ഈ അവിനാശിയായ ജ്ഞാനയജ്ഞത്തിൽ നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കേണ്ടതെന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കും. അതെ, ഈ മുഴുവൻ പ്രക്രിയയെയും നമുക്ക് ഒരു അൾട്ടിമേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് തന്നെ വിളിക്കാം. ഇന്നത്തെ ഈ പഠനം വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. ഇതൊരു സാധാരണ സമ്പദ്വ്യവസ്ഥയല്ല, മറിച്ച് ആത്മാവിന്റെ സമ്പദ്വ്യവസ്ഥയാണ്. ശരിയാണ്. സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള കാലചക്രത്തെക്കുറിച്ചും മനുഷ്യരുടെ കർമ്മഗതികളെക്കുറിച്ചും ബാബ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നതിന്റെ ഒരു വലിയ മാപ്പാണ് ബാബ ഇന്ന് വരച്ചു കാണിക്കുന്നത്. അപ്പോ നമുക്ക് നിക്ഷേപത്തിന്റെ കറൻസി എന്താണെന്ന് ആദ്യം നോക്കാം. ബാബ പറയുന്നു, നമ്മൾ പാവനമാകുമ്പോൾ അഥവാ പവിത്രമാകുമ്പോൾ മാത്രമാണ് ബാബ നമ്മുടെ സമർപ്പണം സ്വീകരിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. എന്താണ് ആ സംശയം? നമ്മള് ഈ പവിത്രത എന്ന് പറയുമ്പോൾ സാധാരണ 2 നേരം കുളിക്കുന്നതോ അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതോ ഒക്കെ ആണല്ലോ ചിന്തിക്കുന്നത്. ഈ പറയുന്ന പാവനമാകുക എന്നതുകൊണ്ട് ബാബ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിലെ കൗതുകകരമായ കാര്യം എന്താണെന്നല്ല, ബാബ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവലമായ ഒരു ഭൗതിക സമർപ്പണമോ ശാരീരിക ശുചിത്വമോ അല്ല. അർദ്ധകൽപ്പം നമ്മൾ പുണ്യാത്മാക്കളായിരുന്നു, പിന്നീട് അർദ്ധകൽപ്പം പാപാത്മാക്കളായി എന്ന് ബാബ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തികച്ചും സതോപ്രധാനമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ പിന്നീട് കാലക്രമേണ നമ്മൾ താഴേക്കിറങ്ങി വന്നു, അഥവാ തമോപ്രധാനമായി മാറി. ഒരു നിമിഷം അവിടെ നിൽക്കൂ. ഈ സതോപ്രധാനം, തമോപ്രധാനം, ഈ വാക്കുകൾ ആദ്യമായി കേൾക്കുന്നവർക്ക് അതൊന്ന് ലളിതമായി വിശദീകരിച്ചു കൊടുക്കാമോ? തീർച്ചയായും. സതോപ്രധാനം എന്ന് പറഞ്ഞാലേ ഏറ്റവും ഉയർന്ന ശുദ്ധമായ അവസ്ഥ. എന്താ പറയാ, ഇപ്പൊ ഒരു പുതിയ കാർ ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിനൊരു തകരാറുമില്ലല്ലോ, എഞ്ചിൻ വളരെ സ്മൂത്തായിരിക്കും. അതാണ് സതോപ്രധാന അവസ്ഥ. ഓക്കെ, അപ്പോൾ ആ കാറ് പഴയതാവുമ്പോഴോ? അതെ, വർഷങ്ങൾ കഴിയുന്തോറും അത് ഓടിത്തളർന്ന് എഞ്ചിനിൽ അഴുക്കടിഞ്ഞ് തുരുമ്പെടുത്തു തുടങ്ങും. ആ പഴയ ജീർണിച്ച അവസ്ഥയാണ് തമോപ്രധാനമെന്ന് പറയുന്നത്. ആത്മാവിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ആഹാ, അപ്പോ സത്യയുഗത്തിൽ നമ്മൾ പുതിയ കാർ പോലെ ശുദ്ധരായിരുന്നു, ഇപ്പോ കലിയുഗത്തിൽ തുരുമ്പെടുത്ത അവസ്ഥയിലാണല്ലേ? കൃത്യം. ഭക്തിമാർഗത്തിലെ യജ്ഞങ്ങളിലൂടെയോ മറ്റു ഭൗതികമായ പ്രവൃത്തികളിലൂടെയോ ആർക്കും ഈ തുരുമ്പ് പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. കാറിന്റെ എഞ്ചിനുള്ളിലെ തകരാറ് പരിഹരിക്കാൻ കാറ് പുറമെ സോപ്പിട്ട് കഴുകിയിട്ട് കാര്യമില്ലല്ലോ. ശരിയാണ്. അപ്പോൾ ഇതൊരു ഹാർഡ്വെയർ പ്രശ്നമല്ല, സോഫ്റ്റ്വെയർ പ്രശ്നമാണ്. നമ്മൾ എത്രയൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താലും ബുദ്ധിയിലെ മാലിന്യം പോകുന്നില്ലെങ്കിൽ കാര്യമില്ല. അതെ അതെ, ആന്തരികമായ പവിത്രതയ്ക്ക് പരമപിതാവായ ശിവബാബയെ ഓർമ്മിക്കുക തന്നെ വേണം. ബുദ്ധിയിലെ അഴുക്കുകൾ മാറി ചിന്തകൾ പവിത്രമാകുമ്പോഴാണ് ഈ 21 ജന്മത്തെ സമ്പത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ലോ ആകുമ്പോൾ ട്രാഷ് ഫോൾഡർ എംപ്റ്റി ചെയ്യുന്ന പോലെയാണ് ഈ പവിത്രത, ഉള്ളിലെ മാലിന്യങ്ങളെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഈ അപ്ഡേറ്റ് എപ്പോഴാണ് നടക്കുന്നതെന്ന് നോക്കാം. ബാബ പറയുന്ന ഒരു വലിയ ടൈം ലൈൻ ഉണ്ടല്ലോ. ഉവ്, മനുഷ്യസൃഷ്ടിയെ ബാബ ഒരു തലകീഴായ വൃക്ഷത്തോട് ഉപമിക്കുന്നുണ്ട്. ഇതിന്റെ വിത്ത് മുകളിലാണുള്ളത്. അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണല്ലോ. മരങ്ങളുടെ വേര് താഴെയാണല്ലോ നമ്മൾ കാണാറുള്ളത്. ബാബ പറയുന്നു, നാടകം അഥവാ ഡ്രാമ ആത്മാക്കളുടെ ലോകത്തില്ല എന്ന്. ഇതെന്താണ് ഈ വിത്തും നാടകവും തമ്മിലുള്ള ബന്ധം? ഈ പ്രപഞ്ചത്തെ ഒരു വലിയ നാടകവേദിയായി കണ്ടാൽ താങ്കൾക്കതിന്റെ ഉത്തരം ലഭിക്കും. ഈ ഭൂമി ഒരു കർമ്മക്ഷേത്രമാണ്, അഥവാ ഡ്രാമ നടക്കുന്ന സ്റ്റേജാണ്. എന്നാൽ ആത്മാക്കൾ യഥാർത്ഥത്തിൽ വസിക്കുന്നത് സൂക്ഷ്മവദനത്തിലോ മൂലവദനത്തിലോ ആണ്. വീണ്ടും ഒരു പുതിയ വാക്ക്.
ഈ മൂലവതനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേൾക്കുന്നവർക്ക് കൂടി ഒന്ന് വ്യക്തമാക്കി തരാമോ? മൂലവതനം അഥവാ ശാന്തിധാമം എന്നത് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിന് അപ്പുറമുള്ള ഒരു ആത്മീയ തലമാണ്. അവിടെ ഭൗതികമായ ഘടകങ്ങളില്ല. ആത്മാക്കൾ ശരീരമില്ലാത്ത അവസ്ഥയിൽ വസിക്കുന്ന സ്ഥലമാണത്. അവിടെ ശബ്ദമില്ല, കർമ്മങ്ങളില്ല, അതുകൊണ്ട് അവിടെ ഡ്രാമയുമില്ല. ഓ, എനിക്ക് മനസ്സിലായി. അതായത് നാടകം നടക്കണമെങ്കിൽ സ്റ്റേജ് വേണം. അപ്പോൾ ഈ മൂലവതനം എന്നത് അഭിനേതാക്കൾക്ക് വിശ്രമിക്കാനുള്ള ഗ്രീൻ റൂം പോലെയാണല്ലേ? വളരെ ശരിയാണ്. ഗ്രീൻ റൂമിൽ എല്ലാവരും വേഷമഴിച്ചു വെച്ച് ശാന്തമായി ഇരിക്കുകയാണല്ലോ. അവിടെ നാടകമില്ല. മനുഷ്യസൃഷ്ടിയാകുന്ന ഈ വൃക്ഷത്തിന്റെ വിത്ത്, അതായത് പരമാത്മാവ്, ആ മുകളിലെ ലോകത്താണുള്ളത്. അപ്പോ അവരവർക്കുള്ള ഊഴം വരുമ്പോഴാണ് ഈ ഭൂമിയാകുന്ന സ്റ്റേജിലേക്ക് ഇറങ്ങി വന്ന് അഭിനയിക്കുന്നത്, അല്ലേ? അതെ അതെ, അവിടെ നിന്നാണ് ആത്മാക്കൾ താഴേക്ക് വരുന്നത്. ഇതൊരു 5000 വർഷത്തെ കൃത്യമായ ചക്രമാണ് എന്ന് ബാബ പറയുന്നു. ക്രിസ്തുവിന് 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നു. എന്നുവെച്ചാൽ ഈ മരം വളരെ പച്ചപ്പറിഞ്ഞു നിൽക്കുകയായിരുന്നു. കൃത്യം. എന്നാൽ ഇപ്പോൾ കലിയുഗത്തിന്റെ അവസാനമായതുകൊണ്ട് ഈ മരം പഴയതായി, അതിന്റെ ഇലകളും കൊമ്പുകളും ദ്രവിക്കുന്നതുപോലെ മനുഷ്യരുടെ അവസ്ഥയും ജീർണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ബാബയ്ക്ക് വീണ്ടും ഈ താഴേക്ക് വരേണ്ടി വന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് എത്ര വ്യക്തമായാണ് ബാബ പറയുന്നത്. വേരുകൾ മുകളിൽ, ശാഖകളിവിടെ. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു വലിയ ഡ്രാമയുടെ ഭാഗമാണെന്ന് അറിയുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഈ ഗ്ലീൻ റൂമിൽ നിന്ന് സ്റ്റേജിലേക്ക് വന്ന നമ്മുടെ അഭിനയം എവിടെ വെച്ചാണ് പാളിപ്പോയത്? അവിടെയാണ് രാവണൻ വരുന്നത്. ബാബ പറയുന്നു, രാമായണത്തിലെ സീതയെപ്പോലെ ഈ ലോകത്തിലെ എല്ലാവരും രാവണന്റെ ജയിലിലാണെന്ന്. നമ്മൾ രാവണൻ എന്ന് കേൾക്കുമ്പോൾ 10 തലയുള്ള രാക്ഷസനെയാണല്ലോ ഓർക്കുന്നത്. അതോടൊപ്പം കർമ്മം, അകർമ്മം, വികർമ്മം ഇവയെ ബാബ എങ്ങനെ വേർതിരിക്കുന്നു എന്നും നോക്കാം. രാവണൻ എന്ന് വെച്ചാൽ അക്കരെ ലങ്കയിലുള്ള ആളല്ല, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലുള്ള 5 പ്രധാന വികാരങ്ങളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. ഇതിന് അടിമപ്പെടുന്നതാണ് രാവണന്റെ ജയിലിൽ കഴിയുക എന്നത്. അപ്പോ കർമ്മങ്ങളുടെ കാര്യമോ? സത്യയുഗത്തിൽ ഈ വികാരങ്ങളില്ല. അതിനാൽ അവിടെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അകർമ്മങ്ങളാണ്, എന്നുവെച്ചാൽ പാപമില്ലാത്ത കർമ്മങ്ങൾ. അവിടെ ഗർഭകൊട്ടാരമാണുള്ളത്. ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. സത്യയുഗത്തിലും മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കർമ്മങ്ങൾ അവിടെയും നടക്കുന്നില്ലേ? പിന്നെ എങ്ങനെയാണത് പാപമല്ലാതാകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. കർമ്മം എന്ന ഭൗതിക പ്രവൃത്തിയല്ല പ്രധാനം, അതിനു പിന്നിലെ ബോധമാണ്. സത്യയുഗത്തിൽ ആത്മാഭിമാനം, അഥവാ ഞാനൊരു ശുദ്ധമായ ആത്മാവാണെന്ന ബോധമുണ്ട്. ആഹാ, അപ്പോ അവിടെ കാമമോ ക്രോധമോ ഒന്നുമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നില്ല, അല്ലേ? അതെ അതെ, അതുകൊണ്ടാണ് അതിനെ അകർമ്മം എന്ന് വിളിക്കുന്നത്. പാപത്തിന്റെ കണക്കില്ല. എന്നാൽ കലിയുഗത്തിൽ നമ്മൾ ഈ 5 വികാരങ്ങൾ കടിമപ്പെട്ട് ചെയ്യുന്നതെല്ലാം വികർമ്മങ്ങളാണ്, അതായത് പാപകർമ്മങ്ങൾ. അതാണപ്പോ ഗർഭജയിൽ എന്ന് ബാബ പറയുന്നത്. ഓ, പിന്നെ ഭക്തിമാർഗത്തിൽ ദാനം ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. പതീതർക്ക് തന്നെ ദാനം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ താഴേക്ക് പോവുകയാണോ ഉണ്ടായത് എന്നും ബാബ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ദാനം ചെയ്യുക എന്നത് വലിയ പുണ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. പതീതർ എന്ന് വെച്ചാൽ അശുദ്ധരായവർ എന്നല്ലേ? എന്നിട്ടും ദാനം നമ്മളെ താഴേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെന്താ വെച്ചാല് കലിയുഗത്തിൽ എല്ലാവരും പാപാത്മാക്കളാണ്, അഥവാ പതീതരാണ്. ഒരു പതീതൻ തന്റെ ധനം മറ്റൊരു പതീതന് നൽകുമ്പോൾ ആ പണം ചിലപ്പോൾ അയാൾ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം. ശരിയാണല്ലോ. ചെളിയുള്ളത്ര വൃത്തിയാക്കാൻ അഴുക്കുവെള്ളം ഉപയോഗിക്കുന്നത് പോലെയാണോ ഇത്? കൃത്യമായ ഉദാഹരണം. ഉദ്ദേശം നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന വെള്ളം അഴുക്കായതുകൊണ്ട് ചെളി വീണ്ടും പരക്കും. ആ പണം വെച്ചയാൾ വല്ല ലഹരിയും ഉപയോഗിച്ചാൽ കർമ്മങ്ങളുടെ അക്കൗണ്ട് വീണ്ടും സങ്കീർണമാകും. ഓ, പുണ്യം കിട്ടുന്നതിന് പകരം അത് പാപമാകും. അപ്പോ ആത്മീയ പവിത്രതയില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതല്ലേ? അതെ, അതുകൊണ്ടാണ് ദുഃഖത്തിൽ നിന്നും നമ്മളെ മുക്തമാക്കി സദ്ഗതി നൽകുന്ന ബാബ മാത്രമാണ് നമ്മെ ഇതിൽ നിന്നും രക്ഷിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ശരിയാകണമെങ്കിൽ നമുക്ക് ശുദ്ധമായ ഒരു ഉറവിടം വേണം, ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ അഡ്വൈസറെ പോലെ. ഇവിടെയാണ് നമ്മൾ ഗീതയെക്കുറിച്ചുള്ള ബാബയുടെ കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. ഗീതയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന് നൽകിയതാണെന്നാണല്ലോ വിശ്വസിക്കുന്നത്.
എന്നാൽ ബാബ പറയുന്നു, ഗീതയിൽ ശിവഭഗവാനുവാച എന്നതിന് പകരം കൃഷ്ണന്റെ പേര് നൽകിയത് ഒരു വലിയ തെറ്റാണെന്ന്. ഇതിന്റെ യുക്തി എന്താണ്? നമ്മൾ ഇതിനെ കുറച്ച് യുക്തിയോടെ സമീപിക്കണം. ഗീത ഈ ജ്ഞാനത്തിന്റെ ശാസ്ത്രമാണ് എന്നത് ശരിയാണ്. എന്നാൽ സത്യയുഗത്തിലെ ആദ്യ രാജകുമാരനായ കൃഷ്ണൻ 16 കലകളും തികഞ്ഞവനാണ്. എന്നുവെച്ചാൽ കൃഷ്ണന്റെ അക്കൗണ്ട് അവിടെ ഫുള്ളാണ് അല്ലേ? അതെ, പരമാവധി പുണ്യമനുഭവിക്കുന്ന ദേവതാ ആത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വീണ്ടും ഈ ജ്ഞാനം മറ്റൊരാൾക്ക് നൽകി രക്ഷിക്കേണ്ട ആവശ്യമില്ല. ജനനമരണ ചക്രങ്ങൾക്കതീതനായ നിരാകാരനായ ശിവബാബയാണ് ഈ അറിവ് നൽകുന്നത്. അതായത് ഒരു ചുഴിയിലകപ്പെട്ട ആളെ രക്ഷിക്കാൻ ആ ചുഴിയിലില്ലാത്ത പുറത്തു നിൽക്കുന്ന ഒരാൾക്കേ കഴിയൂ. പക്ഷെ ബാബ പറയുന്നു, താൻ മനുഷ്യരെപ്പോലെ ഗർഭത്തിലേക്ക് വരുന്നില്ല എന്ന്. അപ്പോൾ ജനിക്കാത്ത ബാബ എങ്ങനെയാ സംസാരിക്കുന്നത്? ബാബ അജോനിയാണ്, ജനിക്കാത്തവനാണ്. മനുഷ്യരെപ്പോലെ ഗർഭത്തിൽ വന്നാൽ ബാബയും കർമ്മബന്ധനങ്ങളിൽപ്പെടും. അതുകൊണ്ട് ബാബ പ്രജാപിതാ ബ്രഹ്മാവ് എന്ന സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഈ ജ്ഞാനം നൽകുന്നത്. ആഹാ, അപ്പോ ആദിസനാതന ദേവീദേവതാ ധർമ്മം ജനങ്ങൾ മറന്നുപോയതുകൊണ്ടാണോ ബാബ വരുന്നത്? തീർച്ചയായും. പവിത്രത നഷ്ടപ്പെട്ടപ്പോൾ ജനങ്ങൾ മറ്റു ധർമ്മങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇപ്പോ ബാബ വന്നിരിക്കുന്നത് ഈ രാജസ്വ അശ്വമേധയജ്ഞത്തിലൂടെ ആ നഷ്ടപ്പെട്ട സ്വർഗം വീണ്ടും സ്ഥാപിക്കാനാണ്. ഈ രാജസ്വി അശ്വമേധ യജ്ഞമെന്ന് കേൾക്കുമ്പോൾ പണ്ട് രാജാക്കന്മാർ കുതിരയെ ബലി നൽകുന്ന വലിയ യാഗമാണല്ലോ ഓർമ്മ വരിക. അതെങ്ങനെയാണ് നമ്മുടെ ഈ ആത്മീയ നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതൊരു അതിമനോഹരമായ പ്രതീകമാണ്. അശ്വമെന്നാൽ കുതിര. അത് നമ്മുടെ അടങ്ങാത്ത മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രതീകമാണ്. അതിനെ ബാബയുടെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ സമർപ്പിക്കുക അഥവാ ബലി നൽകുക. ഓ, അല്ലാതെ മൃഗങ്ങളെ കൊല്ലുന്നതല്ല ബാബ ഉദ്ദേശിക്കുന്നത് അല്ലേ? സ്വന്തം മനസ്സിന്റെ മേൽ പരമാധികാരം നേടുന്നതാണ് ഈ യജ്ഞം. അതെ, ഈ യജ്ഞത്തിലൂടെയാണ് ആ യഥാർത്ഥ ധർമ്മം വീണ്ടും വരുന്നത്. വാവ്, അത് വളരെ അർത്ഥവത്തായ വിശദീകരണമാണ്. നമ്മുടെ അനിയന്ത്രിതമായ മനസ്സിനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് അവസാന ലക്ഷ്യത്തിലേക്ക് വരാം. ഇന്നത്തെ സ്ലോഗൻ വളരെ രസകരമാണ്. എന്താണ് സ്ലോഗനിൽ പറയുന്നത്? അകത്തും പുറത്തുമുള്ള അഴുക്കുകളെ വെൽ ചെയ്താൽ വിൽപവർ ലഭിക്കുമെന്നാണ് ബാബ പറയുന്നത്. കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, അഴുക്കുകളെ എങ്ങനെയാണ് നമ്മൾ വിൽ ചെയ്യുന്നത്? സാധാരണ സ്വത്തുക്കളും പൈസയുമൊക്കെയല്ലേ മക്കൾക്ക് വിൽപത്രമായി കൊടുക്കാറുള്ളത്? ശരിയാണ്. ഇതൊരു മനോഹരമായ പ്രയോഗമാണ്. അഴുക്കുകളെ വിൽ ചെയ്യുക എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഭയം, ദേഷ്യം, അഹങ്കാരം പോലെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ പൂർണ്ണമായും ബാബയ്ക്ക് സമർപ്പിക്കുക എന്നാണ്. ആഹാ, അപ്പോ ഈ മോശം സ്വഭാവങ്ങളെ ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് ആന്തരിക ശക്തി കിട്ടുന്നത്. എനിക്കിത് കഴിയില്ല എന്നുള്ള ചിന്ത മാറ്റണമല്ലേ? കൃത്യം. ആ അഴുക്കുകൾ എടുത്തു നാറ്റുമ്പോൾ അവിടെ ശൂന്യമായ ആ ഇടത്തിലേക്ക് വലിയ ആത്മീയ ശക്തി അഥവാ വിൽ പവർ നിറയുന്നു. ബാബ വരദാനത്തിൽ പറയുന്നതും അതുതന്നെയാണ്. ജ്ഞാനം കേവലം ഇൻഫർമേഷൻ അല്ല, അതൊരു ശക്തിയാണ്. അതെ, അറിവ് പ്രവൃത്തിപഥത്തിൽ വരുമ്പോഴേ അത് ശക്തിയാകൂ. അത് വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെയാ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നത്? ബാബ ഗണേശന്റെ ഉദാഹരണം പറയുന്നുണ്ടല്ലോ. ഓവ്, ആരാണോ ഈ ജ്ഞാനം ജീവിതത്തിൽ പകർത്തി മാസ്റ്റർ നോളജ് ഫുള്ളായി മാറുന്നത്, അവർക്ക് ഏതു പ്രതിസന്ധിയെയും മറികടക്കാനാകും. ഗണേശനെ വിഘ്നവിനാശകനായി പൂജിക്കുന്നത് ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതായത് നമ്മൾ ബാബയോടൊപ്പം സദാ കമ്പൈൻഡായി ഇരിക്കുകയാണെങ്കിൽ ഒരു തടസ്സത്തിനും നമ്മളെ തോൽപ്പിക്കാനാകില്ല എന്ന്. അതെ, അവ്യക്ത സൂചനയിലും ബാബ പറയുന്നുണ്ട്, അശ്രദ്ധയൊഴിവാക്കി സദാ അചഞ്ചലമായ സ്ഥിതിയിൽ ഏകാഗ്രതയോടെ ഇരിക്കണമെന്ന്. ബാഹ്യ സാഹചര്യങ്ങൾ എന്തായാലും ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടരുത്. ശരിക്കും നമ്മൾ ഉള്ളിലെ ഇരുട്ടുമാറ്റി ആ അഴുക്കുകളെല്ലാം ബാബയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ താനെ വിഘ്നവിനാശകരായി മാറുന്നു. ഇന്നത്തെ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളെയും നമ്മളെയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഇതൊരു സാധാരണ നിക്ഷേപമല്ല. നമ്മുടെ പവിത്രതയാണ് ഇതിലെ കറൻസി. 5000 വർഷത്തെ ഡ്രാവയാണ് മാർക്കറ്റ്. അതെ, കർമ്മങ്ങളെ അകർമ്മങ്ങളാക്കി മാറ്റാനും മാസ്റ്റർ നോളജ് ഫുള്ളായി വിഘ്നങ്ങളെ ഇല്ലാതാക്കാനും നാം ഇന്ന് പഠിച്ചു. ശിവബാബയാകുന്ന യഥാർത്ഥ വഴികാട്ടിയുടെ കൂടെ നിന്ന് 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് ഉറപ്പാക്കുന്ന വലിയൊരു സ്ട്രാറ്റജിയാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. ഈ ഒരൊറ്റ മുരളിയിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വലിയ ജീവിതശാസ്ത്രമാണ്. നമ്മൾ കേൾക്കുന്ന ഈ ജ്ഞാനം വെറുമൊരു തിയറി മാത്രമല്ല, ഇപ്പോ മുതൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. വളരെ ശരിയാണ്.
അപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം മുഴുവനും ഒരു 5000 വർഷത്തെ നാടകവേദിയാണെന്നും നമ്മൾ വെറും അഭിനേതാക്കളാണെന്നും അംഗീകരിക്കാൻ കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? വലിയ മാറ്റം വരുമല്ലേ? തീർച്ചയായും. നിങ്ങൾക്ക് മുന്നിൽ വന്ന് ദേഷ്യപ്പെടുന്നവരും സങ്കടപ്പെടുത്തുന്നവരുമെല്ലാം അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എത്രത്തോളം മാറും? ചിലപ്പോൾ നമ്മൾ സീരിയസായി എടുക്കുന്ന പല കാര്യങ്ങളും വെറുമൊരു സീൻ മാത്രമാണെന്നറിയുമ്പോൾ ഭയം മാറി നാം നിർഭയരാകും, അല്ലേ? ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക. നിങ്ങളുടെ ഓരോ കർമ്മവും എങ്ങനെ അകർമ്മമാക്കി മാറ്റാമെന്ന് സ്വയം ചോദിക്കുക. ആ വിൽ പവർ സ്വന്തമാക്കാൻ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുക. ഓം ശാന്തി.